ആര് മറന്നാലും നിന്നെ മറന്നു കളയാത്ത ഒരു മഹാസ്നേഹമുണ്ട് ദൈവമക്കളെ. ആര് നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും, ആര് നിന്നെ തള്ളിപ്പറഞ്ഞാലും നിന്നെ ചേർത്തു പിടിക്കുന്ന ഒരു വലിയ പൊൻകരമുണ്ട്. ഹല്ലേലൂയ. ഒരു വിടുതലിൻ്റെ കരമുണ്ട്, ഒരു അനുഗ്രഹത്തിൻ്റെ കരമുണ്ട്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ ഒരു നാളും മറന്നു കളയുകയില്ല. ഹല്ലേലൂയ. നീ എൻ്റെ ഉള്ളംകരത്തിലായിരിക്കുന്നു, നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകരത്തിൽ വരച്ചിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കർത്താവിൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അവൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരനർത്ഥവും നീ ഒരു നാളും ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. നിൻ്റെ മതിൽ കർത്താവിൻ്റെ മുൻപിലിരിക്കുന്നു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇനിയും ശത്രുക്കൾ കയറി നിന്നെ നശിപ്പിക്കാൻ അവൻ സമ്മതിക്കുകയില്ല. നിൻ്റെ കാവൽക്കാരനായി നിനക്ക് വേണ്ടി അവൻ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ സമാധാനത്തോടെ കിടക്കുമ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ് നിനക്ക് വേണ്ടി ഉണർന്നിരിപ്പുണ്ട് ദൈവമക്കളെ. അതേപോലെ മറ്റൊരു ഭാഗം പറയുകയാണ്, നിൻ്റെ അടുക്കലേക്ക് ചേറിപ്പാഞ്ഞ് നിന്നെ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന ശത്രുക്കൾ, വൈരികൾ, അവർ പിന്തിരിഞ്ഞു പോകും. ഹല്ലേലൂയ. യഹോവയുടെ കരത്തിലാണ് നീ എങ്കിൽ, യഹോവയുടെ കരത്തിൽ നിന്നെ വരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നീ ഒരനർത്ഥവും ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. ഹല്ലേലൂയ. നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. നീ ഒന്നിനെയും പേടിച്ച് പിന്തിരിഞ്ഞു പോകേണ്ടെന്ന് ആവശ്യമില്ല. വചനം പറയുകയാണ്, ആര് മറന്നാലും അവൻ നിന്നെ മറന്നു കളയുകയില്ല. ആര് നിന്നെ ഉപേക്ഷിച്ചാലും അവൻ നിന്നെ തള്ളിക്കളയുകയില്ല. അവൻ്റെ ചിറകിൻ്റെ മറവിൽ നിന്നെ മറച്ച് അവൻ്റെ പൊൻകരത്തിൽ നിന്നെ വരച്ച് സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്.